പൊന്നണിഞ്ഞ മേടമാസത്തിൽ പുത്തൻ പ്രതീക്ഷകളുമായാണ് മലയാളികൾ വിഷു ആഘോഷിച്ചത്. വീടുകളിൽ കണിയൊരുക്കിയും ക്ഷേത്രദർശനം നടത്തിയുമാണ് ജനങ്ങൾ വിഷുവിനെ വരവേറ്റത്. സംസ്ഥാനത്തെ എല്ലാ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിലും വിപുലമായ വിഷു ആഘോഷമാണ് ഒരുക്കിയിട്ടുള്ളത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിഷുപ്പുലരിയിൽ ഭഗവാനെ ഒരു നോക്ക് കാണാനും അനുഗ്രഹം തേടാനുമായി ആയിരക്കണക്കിന് പേർ ക്ഷേത്ര സന്നിധിയിലെത്തി. ക്ഷേത്രത്തിലെത്തുമ്പോൾ ആദ്യം തന്നെ ഭക്തരെ വരവേൽക്കുന്നത് ജീവൻ തുടിക്കുന്ന ശ്രീകൃഷ്ണ വിഗ്രഹമാണ്. ആ വിഗ്രഹത്തിന് മുന്നിലൊരുക്കിയ വിഷുക്കണി ആരുടെയും മനം കവരും. ദിവസമെടുത്ത് വെങ്കിടേശ്വരൻ SB എന്ന കലാകാരനാണ് ഈ ശില്പം തയ്യാറാക്കിയത്. 12 ദിവസം എടുത്താണ്. ഇത് ഉത്സവം പ്രമാണിച്ച് അങ്ങനെ ചെയ്തതാണ്. ഉത്സവം കഴിഞ്ഞപ്പം എല്ലാവരുടെ ആഗ്രഹമായിരുന്നു ഇവിടെ വിഷുവിനും കൂടി വെക്കണമെന്നുള്ളത്. അങ്ങനെ വിഷുവിനും കൂടി വെക്കി. ചരിത്രവും ഐതിഹ്യവും ഇടകലർന്നിരിക്കുന്ന ഈ ക്ഷേത്രത്തിൽ തൃക്കൈവെണ്ണയാണ് പ്രധാന വഴിപാട്. തൃക്കൈവെണ്ണ, പാൽപായസം, അപ്പം, ഇതാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകൾ. ശ്രീകൃഷ്ണ വേഷം കെട്ടി ഈ വിഷു ആഘോഷമാക്കാനെത്തിയ ചെറുപ്പക്കാരുമുണ്ട് അമ്പലത്തിൽ. എല്ലാവർക്കും ഐശ്വര്യ സമൃദ്ധമായ ഒരു വർഷം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അമൃത ന്യൂസ്, തിരുവനന്തപുരം.